സെബാസ്റ്റ്യ സാർ. എന്താ സാർ? ഇടോ ഇത് കണ്ടോടോ? ചെതലും പല്ലിയും പാറ്റയൊക്കെ SIയുടെ ക്യാബിൽ കൂട് വെച്ച് താമസിക്കുക. സാറിന്റെ അവസ്ഥ എത്രയോ ഭേദമാ. ഓഫീസിന്റെ അകത്തൊന്ന് നോക്ക്, അവിടെ പല്ലിയും പഴുതാരയും പാമ്പ് ഉണ്ട്. പാമ്പ്? ആ, കഴിഞ്ഞ ദിവസം ജനൽ കൂടി ഒരെണ്ണം ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടതാ. പാമ്പ്? ഞാൻ സാറിനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഒളിച്ചു വെച്ച് SIക്ക് എന്തെങ്കിലും പറ്റിയാൽ ആര് സമാധാനം പറയും? SI മാത്രമല്ലല്ലോ, ഞങ്ങളിൽ ആർക്കും ഇത് സംഭവിക്കുമല്ലോ. പാടില്ല. അടിയന്തരമായി നമുക്ക് ഈ സ്റ്റേഷൻ ക്ലീൻ ചെയ്യണം. ഓ, താൻ എല്ലാരും ഒന്ന് വിളിക്കേ സാർ. ഇക്കാര്യത്തിൽ കൂട്ടായ ഒരു തീരുമാനം ഉണ്ടാവണം. വിളിക്കടോ. പുരുഷോത്തം സാറ് മോളുടെ കാര്യത്തിന് കോയമ്പത്തൂർ വരെ പോയിരിക്കുക. ബാക്കിയുള്ളവരെ വിളിക്ക്. ചെല്ല്. ഓ, നമുക്ക് നാളെ ഈ സ്റ്റേഷനും പരിസരവും ഒന്ന് വൃത്തിയാക്കണം. അനാവശ്യ വസ്തുക്കൾ പുറത്തിട്ട് കത്തിക്കണം. ഉപയോഗമില്ലാത്ത ഒരു സാധനവും ഇനി ഈ സ്റ്റേഷനിൽ സൂക്ഷിക്കണ്ട. അങ്ങനെ ഇപ്പൊ ഉപയോഗമില്ലാത്തെന്ന് പറയാൻ SIയേ ഉള്ളൂ. ആലിസേ, മനസ്സിൽ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്നും പറഞ്ഞില്ല. അതെ, ഫയലുകളും ഷെൽഫുകളും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യണം. കൂടിപ്പോയ 2-2.5 മണിക്കൂർ. എല്ലാരും സഹകരിക്കണം. അതിനെന്താ സർ, നമ്മുടെ സ്റ്റേഷനല്ലേ, അത് വൃത്തിയും വെടുപ്പുമായി കിടക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? കറക്റ്റ്. പിന്നെ ഒരു ദിവസം മാത്രം വെടുപ്പാക്കിയാ പോരാ, പിന്നീട് എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. അടിച്ചു വരാനായിട്ട് തൂപ്പുകാരി വരുന്നുണ്ടല്ലോ, അത് അവരങ്ങ് ചെയ്തോളും. വൃത്തിയാക്കി ഇടുന്നത് അലങ്കോലം ആക്കാതിരുന്നാ മതി നിങ്ങള്. അപ്പൊ നാളെ വൈകിട്ട് 5 മണി മുതൽ 7:30 വരെ ക്ലീനിങ്. വൈകിട്ടോ? അതെ, വൈകിട്ടാ സൗകര്യം. സബീന നാളെ താമസിച്ച് ചെല്ലുമെന്ന് വീട്ടിൽ പറഞ്ഞേരെ. ഓക്കെ? ചേച്ചി, പ്രതാപ് സാറിനോടൊന്ന് പറയേ, വൈകിട്ടത്തെ ക്ലീനിങ് ഒഴിവാക്കി രാവിലെ ആക്കാന്ന്. ഞാൻ എങ്ങനെ പറയാനാ? പ്രതാപേട്ടന് ചോദിച്ചപ്പോ ഒരു കുഴപ്പമില്ലെന്ന് ആദ്യമേ ചാടിക്കയറി പറഞ്ഞല്ലേ. പകലൊരു കുഴപ്പമില്ല, പക്ഷെ രാത്രിയാവുമ്പോ വീട്ടിൽ പ്രശ്നമാക്കും. എങ്കിലും ആ കാര്യം സബീന തന്നെ പറയണം. കാര്യങ്ങൾ പ്രതാപ സാറിനോട് അവതരിപ്പിക്കാൻ ആലീസാണ് പറ്റിയാണ്. ആലീസ് ആവുമ്പോ അതിന്റേതായ രീതിയിൽ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക നേക്കുണ്ടല്ലോ. മതി, ഞാൻ ഈ സുഖിപ്പീര് ഒത്തിരി കേട്ടിട്ടുള്ളതാ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോണം, അല്ലാതെ അതിലേക്ക് എന്നെ വലിച്ചഴിക്കരുത്. ക്ലീനിങ് നമുക്ക് പുറത്തുനിന്ന് ജോലിക്കാരെ വിളിക്കാം, എന്നിട്ട് അവർക്ക് കൊടുക്കാനുള്ള കാശ് നമുക്ക് ഷെയർ ചെയ്യാം. ഒരു സർക്കാർ സ്ഥാപനം ക്ലീൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കാനോ? നിങ്ങൾ വേണേ കൊടുത്തോ, പക്ഷെ ഞാൻ തരില്ല. സാർ ഈ 2-2.5 മണിക്കൂർ എന്നൊക്കെ പറയും. ഒടുവിൽ ഒരു വശത്തുനിന്ന് തൂത്ത് വൃത്തിയായി വരുമ്പോ രാത്രി 10 മണിയെങ്കിലും ആവും. എവിടെ പോയാലും 8 മണിക്ക് മുമ്പേ വീട്ടിൽ ചെല്ലണമെന്നാണ് വൈഫിന്റെ ഓർഡർ. ഇല്ലെങ്കിൽ ഞാൻ കമ്പനി കൂടാൻ പോകുമെന്ന അവളുടെ പേടി. അപ്പൊ നിങ്ങൾക്കെല്ലാം നാളെ ക്ലീനിങ്ങിന് നിൽക്കാൻ മടിയാണ്. എങ്കിലത് നേരിട്ട് ചെന്ന് പറയണം. ഞങ്ങള് പറഞ്ഞ സാറ് കേൾക്കൂല. ചേച്ചി ഒന്ന് പറഞ്ഞു. എന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയും, അസൗകര്യമാണ്, പറ്റില്ല എന്ന് തന്നെ പറയും. നിങ്ങളുടെ കാര്യം അതെനിക്ക് ബുദ്ധിമുട്ടാ. ആലീസ് കൈ കഴിഞ്ഞാ പിന്നെ പ്രതാപ സാറിനെ പിടിക്കാൻ സബീനയ്ക്ക് പറ്റുള്ളൂ. അല്ല, കാര്യങ്ങൾ സാറിനോട് അവതരിപ്പിക്കാൻ സബീനാണ് ബെസ്റ്റ്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഞാനോ? ഞാനൊന്നും പോകുന്നില്ല. മാക്സിമം ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒക്കണെങ്കിലും ഒക്കട്ടെ. ഈശ്വര, പാമ്പ് കയറി ഇറങ്ങിയ മുറിയിലാണോ ഞാൻ ഇത്രയും നാൾ ഇരുന്നേ? സർ, ഈ ക്ലീനിങ് നമുക്ക് രാവിലെ ആക്കിയാലോ സർ? നോ, രാവിലെ ക്ലീൻ ചെയ്താൽ അഴുക്കും പൊടിയും കാരണം നമ്മളെല്ലാം മുഷിയും. പിന്നെ നമുക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നും. ഇപ്പൊ തന്നെ സ്റ്റാഫ് കുറവാ. നമ്മൾ കൂട്ടത്തോടെ വീട്ടിൽ പോയാൽ ശരിയാകില്ല. അതുകൊണ്ട് വൈകിട്ടാണ് അതിന്റെ കറക്റ്റ് ടൈം. ഒരു പ്രശ്നമുണ്ട് സർ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ഇക്ക ദുബായിന്ന് വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കും. ആ സമയത്ത് ഞാൻ വീട്ടിലില്ലെങ്കിൽ പ്രശ്നമാവും. അതെന്താ സബീനയുടെ ഒക്കെ ലാൻഡ് ഫോണിൽ വിളിക്കുന്നേ? അത് ഇക്കയ്ക്ക് ലാൻഡ് ഫോണിൽ വിളിക്കുന്നതാ ഇഷ്ടം. പ്ലീസ് സർ, ക്ലീനിങ് വൈകിട്ടാണെങ്കിൽ അതിന് എന്നെ ഒന്ന് ഒഴിവാക്കണം. ഇക്കയുടെ പ്രശ്നമല്ലേ, അത് ഞാൻ പരിഹരിച്ചു തരാം. നാളെ വൈകിട്ട് സബീനയുടെ ഹസ്ബൻഡിനോട് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കാൻ പറ. അയ്യോ, ആ സമയം ഞാൻ സാറിന്റെ കൂടെയാണെന്ന് അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അങ്ങനെയല്ല, രാത്രിയിൽ ഞാൻ മറ്റു പോലീസുകാരുടെ കൂടെ.
സബീന മാത്രമല്ലല്ലോ, ആലീസും ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? അത് പിന്നെ സാർ, ആ, ഇക്ക ഒരു പ്രത്യേക ടൈപ്പാ. എവിടെ പോയാലും 7 മണിക്ക് മുമ്പ് വീട്ടിൽ ചെല്ലണമെന്നാ കർശന നിർദ്ദേശം. സമയം തെറ്റിച്ച ഇക്കാന്റെ ഉമ്മ അപ്പോഴേ ദുബായിക്ക് വിളിച്ച് പറയും. പിന്നെ 1 മാസത്തേക്ക് ഇക്ക എന്റെ പേരിൽ പണം അയക്കൂല, എന്റെ മൊബൈലിൽ പൈസ ഇട്ട് തരൂല. അതുകൊണ്ടാ. എന്റെ മുന്നിൽ കണ്ണീര് കാണിക്കണ്ട. എല്ലാരും കൂടെ തീരുമാനിച്ചതാ, അതിനി മാറ്റാനാവില്ല. സാർ പറഞ്ഞത് മനസ്സിലായില്ലേ? ഗെറ്റ് ലോസ്റ്റ്. നാളെ വൈകിട്ട് നിൽക്കാം സാർ. ഇടയ്ക്ക് ഇതിനേക്ക് ഓരോ വിരട്ടിയാലേ അനുസരണ കാണിക്കൂ. അതെ, സ്റ്റേഷനിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ക്ലീനിങ്ങിന് ഞാൻ വരില്ല. വരില്ലെന്നോ? അതെന്ത് വർത്തമാനം നീ പറയുന്നേ? വരില്ലെന്നോ? വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞവരോടെല്ലാം കർശന നിർദ്ദേശം നൽകിയിട്ട് എസ്ഐയുടെ ഭാര്യ മാത്രം വരില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? വേറെ ആര് വന്നില്ലെങ്കിലും നീ വരണം. മോള് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ തന്നെ 6:30 മണിയാവും. പിന്നെ അവളെ തനിച്ച് ഇവിടെ ആക്കിയിട്ട് വരാൻ പറ്റൂ? ഒരു കാര്യം ചെയ്യാം, സ്കൂൾ ബസ് വരുമ്പോ മോളെ സ്റ്റേഷന്റെ അവിടെ ഇറക്കാം. അപ്പൊ ട്യൂഷന് പോണ്ടേ? ഒരു ദിവസം ട്യൂഷന് പോയില്ല എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാസം 1000 രൂപ ട്യൂഷൻ ഫീസ് കൊടുക്കുന്ന, ഒരു ദിവസം പോയില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാ. അതൊന്നും എനിക്കറിയണ്ട. വൈകിട്ടത്തെ ക്ലീനിങ്ങിന് നീ സ്റ്റേഷനിൽ വേണം. പുരുഷോത്തമൻ കോയമ്പത്തൂർ പോയിരിക്കുക. അപ്പൊ നീയും കൂടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? അപ്പൊ മോളുടെ കാര്യം എങ്ങനെയാന്ന് വെച്ചാ പറ. ഒരു കാര്യം ചെയ്യാം, മോളെ നാളെ നമ്മുടെ അപ്പുറത്തെ വത്സല ടീച്ചറിന്റെ അവിടെ ആക്കാം. ട്യൂഷൻ കഴിഞ്ഞ് അവൾക്ക് അവിടെ ചെന്നിരിക്കാമല്ലോ. എന്റെ പ്രതാപേട്ടാ, ഈ ക്ലീനിങ് ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ചെലവിൽ നടത്തിയാ പോരെ? നമ്മൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണോ? നമ്മുടെ സ്റ്റേഷന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നത് ഒരു കഷ്ടപ്പാടാണോ? എനിക്ക് വേണ്ടി ഈ കഷ്ടപ്പാട് നീ ഏറ്റെടുക്കണം പ്ലീസ്. ഞാൻ സ്റ്റേഷനിൽ കിടന്ന് അത്രയ്ക്ക് ഫയറിംഗ് നടത്തിയിട്ട് നീ വന്നില്ലെങ്കിൽ സ്റ്റേഷനിൽ എന്റെ വില പോവും. അതുകൊണ്ടാ ഇത്തവണ ഒരൊറ്റ തവണ ശരിക്ക്. സാറേ സൂക്ഷിച്ച്, അവിടെ വല്ല അണഞ്ഞും പറ്റിയിടപ്പെട്ടായിരിക്കും. വെറുതെ പാമ്പ് പോകാൻ പേടിപ്പിക്കല്ലേ. ചേച്ചി, ഏതെങ്കിലും 2 ജോലിക്കാരെ വിളിച്ചിരുന്നെങ്കിൽ ഇത് എപ്പോഴേ തീർന്നേനെ. ജോലിക്കാരുടെ കൂലി സബീനെ കൊടുക്കുവോ ശമ്പളത്തിന്? ഇക്കണക്കിന് പോയ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോ എല്ലാരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. അങ്ങോട്ട് ചെയ്യ്. ഇക്ക എന്നെ ദുബായിന്ന് വിളിക്കുന്നതായിരിക്കും. ഹലോ, വത്സല ടീച്ചറാ? ഞാൻ കൊടുക്കാം ടീച്ചറെ. ചേച്ചിക്ക് ഫോൺ. വത്സല ടീച്ചറാ? ആ ടീച്ചറെ, ഇതൊക്കെ അങ്ങോട്ട് തൂത്തിറക്ക. അങ്ങോട്ട് മേളിലുള്ള മാറാലേക്ക്. ഞാനിപ്പോ വരാം ടീച്ചറെ. പ്രതാപേട്ടാ, മോള് കരച്ചിലാണെന്ന്, ഞാൻ വീട്ടിലേക്ക് പോട്ടെ. അതെന്ത് പറഞ്ഞില്ല ആലിസേ? ഇത്രയും പേര് ഇവിടെ കിടന്ന് ജോലി ചെയ്യുമ്പോ ആലിസ് മാത്രം പോവാന്ന് വെച്ചാ? പിന്നെ സബീന തനിയല്ലേ ഉള്ളൂ ഇവിടെ. അത് സാരമില്ല സാറേ, ഇങ്ങനൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ. മോൾക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല അത് സാറേ, ആലീസ് പോട്ടെ സാറേ. പുരുഷോത്തം സാറ് വിളിച്ചിരുന്നു, കോയമ്പത്തൂർ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്, ദേ ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അല്ല അതിപ്പോ ഞങ്ങൾ ചെയ്തോളാം. ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. നിങ്ങളുടെ തീരുമാനം പൊക്കോട്ടെ എന്നാണെങ്കിൽ പൊക്കോ. പക്ഷെ ഈ ക്ലീനിങ് കഴിയാതെ നിങ്ങൾക്കാർക്കും പോകാൻ പറ്റില്ല. മാറാലെ അടിക്കടോ. സെബാസ്റ്റ്യന്റെ മേളിൽ കയറി അടിക്കേ. എന്താ ഇത്? കുറഞ്ഞത് 1 വർഷമെങ്കിലും ആയി കാണും ഇവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട്. തൂപ്പുകാരി വന്ന് 10 മിനിറ്റ് ചൂല് കാണിച്ചിട്ട് പോകുന്നല്ലാതെ പൊടി തൂക്കുന്നില്ലല്ലോ. സെബാസ്റ്റ്യ സാർ, വായടക്ക്, പണിയെടുക്ക്. ഇങ്ങനെ സംസാരിച്ചോണ്ട് ജോലി ചെയ്താലേ പൊടി വായി കയറും. പിന്നെ അത് ശ്വാസകോശത്തെ ബാധിച്ച് പിന്നെ ചുമച്ച് അയ്യോ സോറി സർ, ഇക്ക ചുമക്കുമ്പോ ചെയ്യുന്നത് ഓർത്ത് അറിയാതെ. സബീന പുറത്ത് ജോലി ചെയ്താ മതി, ഇവിടെ ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം. വീട്ടിൽ നിന്നാണ് കേൾക്കണ്ട. ഭാര്യ മരിക്കാൻ കിടക്കുന്നു പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് വിടില്ല. സാറേ, ഇത് പുരുഷോത്തം സാറാ. എന്നാ എടുത്തോ. ഹലോ സാറേ, ഇവിടെ ഒന്നും ആയില്ല, ഇവിടെ ഒന്നും ആയില്ല സാറേ. സാറേ, പുരുഷോത്തം സാർ വരുമ്പോ നല്ല ഓണമായിരിക്കും. അയ്യോ, കറണ്ട് പോയല്ലോ സാർ. സെബാസ്റ്റ്യ പവർ കട്ടാണോ? കട്ട് ഈ സമയത്തല്ല സാർ. സെബാസ്റ്റ്യ, എന്റെ കാലിൽ അയ്യോ, എവിടെ സാറേ? എവിടെ സാറേ?
അയ്യോ, എന്താ ഏ? ഇവിടെയോ? ഓ, സാർ. അയ്യോ സാർ, എന്തോ കടിച്ചിട്ടുണ്ടല്ലോ സാറേ. ആണോ? അയ്യോ ദേ ഈ ജനലിൽ കൂടെ പോയത് ഒരു പാമ്പല്ലേ? അല്ല, അതൊരു അരണയാ. ശ്ശോ, അല്ല, ഞാൻ അതിന്റെ വാല് കണ്ടതാ, പാമ്പാ. പാമ്പ് കടിച്ച് എങ്ങനെ നിൽക്കൂ സാറേ? എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ സാറേ? ഏയ് അങ്ങനെയൊന്നുമില്ല. സാർ അവിടെ ഇരിക്കും സാർ. ഇരി സാർ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇരി സാറേ. സാർ കാലൊന്നും ഇങ്ങ് എടുക്ക്. ഷൂസ് അഴിച്ചാലേ നടക്കൂ. സോക്സ്. സാറിന് ഒരു കുഴപ്പം തോന്നില്ലേ? നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് പോയി നോക്കാ സാറേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. പണി നടക്കട്ടെ. പണി നടക്കട്ടെ. സെബാസ്റ്റ്യൻ കാലിൽ നല്ല കട്ട് കഴപ്പ്. സാറേ, നമുക്ക് സംശയിച്ച് നിൽക്കട്ടെ സാറേ, ഹോസ്പിറ്റലിൽ വരെ പോയാലോ? പാമ്പൊന്നും അല്ലാണ്, എനിക്ക് നല്ല ഉറപ്പാ. സെബാസ്റ്റ്യ, ഒരു പരവേശം. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടും. സബീന, പെട്ടെന്ന് പോയി വെള്ളം എടുത്തിട്ടോ. സാറേ, ഇത് കുഴപ്പമാവും സാറേ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം സാർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കാലിന് നല്ല വേദന. കുഴപ്പമില്ല. സബീന, വേഗം ഒന്ന് ആലീസിനെ വിളിക്കുക. ആലീസ് വരാതെ സാർ ആശുപത്രി പോവില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് അവശരാകണം. വിളിച്ച് കാര്യം പറ. എന്താ സബീന? ആ ചേച്ചി, ക്ലീനിങ്ങിനിടയിൽ പ്രതാപ് സാറിനെ എന്തോ കടിച്ചു. എന്താന്ന് കണ്ടില്ല, പക്ഷെ പാമ്പാണോന്നൊരു സംശയം. അയ്യോ, സാറ് ഹോസ്പിറ്റലിൽ പോണ്ടെന്ന് പറഞ്ഞിരിക്കുവാ. ചേച്ചി വേഗം വരണം. വിഷന്റേത് തന്നെയാണെന്നാ സെബാസ്റ്റ്യൻ പറയുന്നത്. ഞാനിതാ വരുന്നു. ഒന്ന് ഡ്രസ് മാറുന്ന താമസം. ആ ശരി. എന്റെ മാതാവേ, പ്രതാപേട്ടൻ എന്തെങ്കിലും ആരെ ഒരു സഹായത്തിന് വിളിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ കടക്കാരോട് കൃത്യമായി പലിശ തരണമെന്ന് സ്വപ്ന ദർശനം നൽകണമേ. ഒരുത്തനും എനിക്കെതിരെ പരാതി കൊടുക്കാൻ ഇടയാക്കരുത്. പോലീസിന്റെ കുബേര റൈഡിൽ വീണ്ടും നീ എന്നെ ഉൾപ്പെടുത്തരുതേ. എനിക്കിട്ടെതിരെ പാര പണിയുന്നവരെ നീ നശിപ്പിച്ചു കളയണേ. എന്താ മോളെ? അപ്പാ, പെട്ടെന്ന് ജോണിക്കുട്ടിയും കൂടി സ്റ്റേഷനിലേക്ക് വരണം. പ്രതാപേട്ടനെ പാമ്പ് അടിച്ചു. പാമ്പോ? എപ്പോ? പ്രതാപേട്ടനെ ആശുപത്രി പോകാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവാ. വേഗം വരണേ അപ്പാ. ഞാനിതാ വന്നു മോളെ. എടാ ജോണിക്കുട്ടിയെ, ജോണിക്കുട്ടി. കുഴപ്പമില്ല സാറേ. അയ്യോ, എന്റെ മരുമകൻ ഏത് പാമ്പാ കടിച്ചേ? ഏത് പാമ്പാ കടിച്ചെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ദേഹം മൊത്തം വിയർക്കുന്നുണ്ട്. ഉടനെ ആശുപത്രി കൊണ്ടുപോകണം. എന്താ പറ്റി? ഒന്നുമില്ല ആലീസേ, ചെറിയൊരു പരവേശം. അത്രേ ഉള്ളൂ. സെബാസ്റ്റ്യ, വണ്ടി എടുക്ക്. പോ. കടിച്ചത് ഏത് പാമ്പാന്ന് അറിയില്ല, അതുകൊണ്ടാ ഒരു പേടി. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അയ്യോ, ആശുപത്രി കൊണ്ടുപോട്ടൊന്നും ഒരു കാര്യമില്ല. ഏതെങ്കിലും നല്ല വിഷഹാരം എടുത്ത് കൊണ്ടുപോകണം. അതാ ചേച്ചി നല്ലത്. പാമ്പ് വിഷത്തിന് വിഷകാരിയാണ് ഏറ്റവും നല്ലത്. അതെ, എനിക്കറിയാവുന്ന ഒരു നല്ല വിഷകാരിയുണ്ട് പാറക്കുളത്ത്. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കും. ആന്നിലപ്പ പാമ്പിനെ വിളിച്ചു വരുന്നത്? വൈദ്യർക്ക് തന്നെ അങ്ങ് ചെയ്താ പോരെ? എടാ, ഏത് പാമ്പാന്ന് നമുക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ. വൈദ്യരുടെ അടുത്തൊന്നും വേണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. മോളെ, നിനക്ക് നിന്റെ കെട്ടിയോന്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നീ വിഷഹാരിയുടെ അടുത്ത് പോണം. ജോണിക്കുട്ടി, മരുമാനം പിടിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റടാ. വേണ്ട, എനിക്ക് പോലീസ് വണ്ടി പോയാൽ മതി. അപ്പാ, ഈ വിഷഹാരി എന്ന് പറയുമ്പോ നീ ഒന്നും പറയണ്ട. ജീവൻ രക്ഷിക്കണമെങ്കിൽ അവിടെ പോണം. ആശുപത്രി കൊണ്ടുപോയി ഐസിയു കയറ്റി അവന്മാര് കൊല്ലും. ഓ അയ്യോ, എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോ ആലീസേ. എനിക്ക് കാല് നിലത്തൂത്താൻ വയ്യ. എനിക്ക് ദേഹം മുഴുവൻ വേദന എടുക്ക. ഒന്ന് കൊണ്ടുപോ ആലീസ്.
തെക്കോട്ട് തലവച്ച് കിടത്തിക്കോളൂ. ഒന്ന് പിടിക്കടാ. ഓടിക്കാൻ വെയിറ്റ് ആകാം. അല്ലെന്നെ താഴെ നിർത്ത്. അയ്യോ. ആലിസേ. വൈദ്യരെ, തെക്കോട്ട് തലവെക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ടല്ലേ? വന്നത് 4 പേരല്ലേ? അതെ. വല്ല ലക്ഷണക്കേടും ഉണ്ടോ വൈദ്യരെ? അതിനല്ല, ചായക്ക് പറയാനാ. ഞാനോ 4 ചായ. അടിച്ചുകളിക്കാർ ഞാൻ ഇവിടെ ഉണ്ടോ? പഴയ തറവാട കാണും. പ്രതാപേട്ട, അയ്യോ പ്രതാപേട്ട, എങ്ങനെയുണ്ട്? ആലിസേ, ആലിസേ, എന്റെ ശരീരം തളരുന്ന പോലെ. പ്രതാപേട്ട, ആലിസേ, കടിച്ചത് മൂർക്കനിൽ കുറയാതെ വിഷമുള്ള പാമ്പാ. അയ്യോ ആലിസേ, എനിക്ക് എന്റെ മോളെ കാണണം. ആലിസേ. പ്രതാപേട്ട, വൈദ്യരെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അപ്പാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോലോ. അപ്പ എടി, നീ ഒന്ന് സമാധാനപ്പെടറേ. വൈദ്യരാരാന്ന നിന്റെ വിചാരം? കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമെടുക്കുന്ന ആളാ. അയ്യോ ആലിസേ, മോളെ വിളിക്ക്. പ്രതാപേട്ട, എന്റെ കർത്താവേ. പ്രതാപേട്ട, വിഷമെടുക്കുന്ന കല്ലാ കേട്ടോ. ഒന്ന് മോളെ വിളിച്ചോണ്ട് വാടി. എനിക്ക് അവളെ കാണണോന്ന്. അപ്പാ, എനിക്ക് പേടിയാവുന്നപ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ആലിസേ, പ്രതാപേട്ട, ഇവിടെ തന്നെ നിൽക്കണേ. ഒരു 1001 രൂപ ദക്ഷിണയായി വെച്ചോളൂ. ആലിസേ. വിഷക്കല്ലിൽ കിട്ടുന്നില്ല. കടുത്ത പ്രയോഗം വേണം. അയ്യോ അപ്പാ, നമുക്ക് കൊണ്ടുപോവാ. പേടിക്കാതെ ഇരിക്കടി. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമെടുപ്പിക്കുന്ന വൈദ്യർക്ക് നിസ്സാരവാ. പ്രതാപേട്ട, ആലിസേ, ആലിസേ, മോളെ വിളിക്കടി. പ്രതാപേട്ട, ഒന്നുമില്ല. ഒന്നുമില്ല പ്രതാപേട്ട. പ്രതാപേട്ട, അയ്യോ. രോഗിയെ ഈ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയാൽ അപകടമാണ്. ഇനി എന്താ വൈദ്യരെ ഒരു മാർഗം? പരിഹാരമുണ്ട്. കാല് വേദനിക്കുന്നടി. ആലിസേ, ഇയാൾക്ക് ചില്ലറ ബുദ്ധിയല്ല. കണ്ട, കടിച്ച പാമ്പിനെ മൊബൈലിൽ വിളിച്ചു വരുത്താനുള്ള ശ്രമമാണ്. ആ പുണ്യ വൈദ്യരാ, വേഗം വരണം. വഴിയറിയാനൊന്നുമില്ല. ഇപ്പൊ എവിടെയാ ഉള്ളത്? ആ, അവിടുന്ന് നേരെ പാറക്കുളം. അവിടുന്ന് നേരെ ഇങ്ങ് വന്നാ മതി. വരുമ്പോ കാണാം. രോഗി ഇവിടെ കിടപ്പുണ്ട്. അയ്യോ, സത്യമാണല്ലോ ജോഡിക്കുട്ടി, പാമ്പിന് വഴി പറഞ്ഞു വിടുകയാ. എടാ, കടിച്ച പാമ്പ് ഇപ്പൊ ഇവിടെ എത്തുന്ന തോന്നുന്നു. വഴിന്നൊന്നും മാറില്ല. അപ്പ കടിച്ച പാമ്പ് വിളിച്ചു വരുന്ന വൈദ്യരെ ഞാൻ ആദ്യമായിട്ട് കാണും. പാമ്പിനെ മൊബൈൽ ഫോണിൽ വിളിക്കുന്നു. വിട്ടിത്തം പറയാതെ പോണോ? എന്റെ വിഷക്കല്ല് ഫലിച്ചില്ല. അതുകൊണ്ട് ഞാൻ 108 വിളിച്ചത്. ആംബുലൻസ് ഇപ്പൊ വരും. ഏതെങ്കിലും നല്ല ആശുപത്രി കൊണ്ടുപോയാൽ രക്ഷപ്പെടുത്താം. അപ്പ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ചേച്ചി നമ്മളെ കൊല്ലും. ഒരു പഴുതാര കടിച്ചതിന് ഇത്ര വെപ്രാളം. പക്ഷേ കടിച്ചത് പഴുതാരയാണെന്ന് പറഞ്ഞാ എനിക്ക് 1000 രൂപ കിട്ടും.